ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഏറ്റുമാനൂർ വരെ പോവുകയാണ്. ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞാൻ അങ്ങനെ ട്രാവൽ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അല്ലേ. ചിലർക്ക് ബുക്ക് വായിക്കാൻ, ചിലർക്ക് ഈ പാട്ടൊക്കെ കേട്ട് സൈഡ് വ്യൂ ആസ്വദിക്കാൻ, ചിലർക്ക് ഉറങ്ങാൻ, ഫുഡ് കഴിക്കാൻ അല്ലേ. അങ്ങനെ 10:01 നമ്മൾ ഏറ്റുമാനൂരെത്തി. സത്യം പറഞ്ഞാൽ 6 മണിക്ക് കയറി 10 മണിക്ക് എത്തി. ആദ്യം പോയത് ക്ഷേത്രത്തിലോട്ടാണ്. ഞാൻ കുളിച്ചില്ല ഗൈസ്, അതുകൊണ്ട് എല്ലാ ലഗേജും പിടിച്ച് വെളിയിൽ നിൽക്കൽ ഡ്യൂട്ടി എൻ്റെതായിരുന്നു. അപ്പം എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് ഇതെല്ലാം. ആക്ച്വലി വന്ന എല്ലാവരും ഭയങ്കര ഭക്തിയിലായിരുന്നു, പക്ഷേ ഫോട്ടോ എടുപ്പായിരുന്നു എല്ലാവരും. പിന്നെ നല്ല ആൽക്കഹോളിക് ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ ആയിരുന്നു ഗൈസ്. അടിപൊളി വെതർ ആയിരുന്നു. പക്ഷെ എന്ത് പറയാം, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ശക്തിയായ മഴയും കാറ്റുമായിരുന്നു. അങ്ങനെ ഒരു മണിക്കൂർ നമുക്കൊരു ഡിലേ കിട്ടി. നമ്മൾ അമ്പലത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ വിശക്കും. ഉണ്ണിമുകുന്ദൻ പറയും പോലെ എണീക്കുമ്പോൾ തന്നെ, അതായത് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ വിശന്നുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. അങ്ങനത്തെ ഞാൻ 11 മണിയായി ഗൈസ് ഫുഡ് കഴിക്കാൻ. എൻ്റെ കിളി മൊത്തം പോയി. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്നല്ലേ. അതായത് നമ്മൾ ഒരാളെ കാണാനാണ് വന്നത്. ലവനെ കാണാനാണ് വന്നത്. ഇവൻ എൻ്റെ അനിയൻ സച്ചു. അവനിവിടെ SFS സ്കൂളിൽ പഠിക്കുവാണ്. സോ അവനെ കാണാൻ വേണ്ടി വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാം വന്നതാണ്. ഇതാണ് അവരുടെ ക്യാമ്പസ്. കൊള്ളാം, പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. നല്ല നൈസ് ക്യാമ്പസ് ആണ്, നല്ല സൈലന്റ് ക്യാമ്പസ് ആണ്. അനിയൻ ഈ സ്കൂളിൽ പഠിക്കുവാണ്. സോ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളെല്ലാം അവനെ കാണാൻ ഓടി പിടിച്ച് വന്നതാണ്. ഞങ്ങളുടെ അടുത്തുനിന്ന് മാറാതെ നിന്ന് ഞങ്ങളുടെ പൊന്നനിയനാണ് ഗൈസ് ഇവിടെ ഇപ്പൊ പഠിക്കുന്നത്. ഈ SFS സ്കൂളിന്റെ അർത്ഥം എന്താണെന്ന് ഞാനും ചേട്ടനും തമ്മിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ആരും ജയിച്ചില്ല. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഫുൾ ഫോം ആയിരുന്നു ഈ സ്കൂളിനുണ്ടായിരുന്നത്, സെന്റ് ഫ്രാൻസിസ് ദി സെയിൽ. പിന്നെ അവന്റെ ചേട്ടനാണ് ദേ പോണത്. എന്തോ കാര്യമായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവുമായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇത് സംഭവിച്ചത്, ഒടുക്കലത്തെ മഴ. പിന്നെ എനിക്ക് എൻ്റെ ഫോണിനെ പിടിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആരെയും എൻ്റെ കുടയിൽ കയറ്റിയില്ല. ഞാനും എൻ്റെ ഫോണും അങ്ങനെ കാഴ്ചകൾ പകർത്തി നടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോഴാണ് ഈ കാ കണ്ടത്. ഈ കായുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ ഈ സംഭവം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അറിയുന്നവർ കമന്റ് ചെയ്യൂ ഗൈസ്. ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ.